ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ള പനിയാറാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വെള്ളപ്പനിയാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. വെള്ളപ്പനിയാരം നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞക്കുറുവ അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 3/4 ഗ്ലാസ് തേങ്ങ ചിരകിയത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ പകുതി അരിയൊക്കെ ഈ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ കണ്ടാൽ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളൊന്നും ഉണ്ടാവരുത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചിൽ അരിയും ഇതുപോലെ അരച്ചെടുക്കാം. അതിലോട്ട് ഞാൻ 3/4 ഗ്ലാസ് വെള്ളമാണ് ഇട്ട് ഒഴിക്കുന്നത്. ഇപ്പോൾ ഞാൻ ടോട്ടൽ 1/4 ഗ്ലാസ് വെള്ളമാണ് അരി അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ സെക്കൻഡ് ബാച്ചിൽ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഓവർ ലൂസും അല്ല ഓവർ ടൈറ്റും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. മാവ് അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, കൂടി പോവരുതേ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഞാനിപ്പോൾ നൈറ്റിലാണ് മാവ് റെഡിയാക്കുന്നത്. ഇപ്പോൾ ഇത് രാവിലെ ആയപ്പോഴേക്കും മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ? ഇനി ഇത് ഓവറായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞു കുഞ്ഞു ബബിൾസോടെ തന്നെ വേണം നമുക്ക് പനിയാരം റെഡിയാക്കാനായിട്ട്. പനിയാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ കുഴികളിലും നമുക്ക് കുറേശ്ശെ മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ കുഴികളിലൊന്ന് ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിൽ മാവ് ഒഴിച്ചിട്ട് എല്ലാ കുഴികളിലും ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ട് വരും. ഇപ്പോൾ 4 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നോക്കിയാൽ പനിയാരൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയായിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒരു സ്ട്രെയിനറിലേക്ക് എടുത്ത് മാറ്റാം. ഇതാ നമ്മുടെ രുചികരമായ പഞ്ഞിക്കട്ട പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പനിയാരം റെഡി. നോക്കി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ, കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നില്ലേ. പഞ്ഞി പോലെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമായിരിക്കും കേട്ടോ ഇത്. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് മാത്രം എണ്ണ മതി. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത്. ഇന്നും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ദോശ, വെള്ളപ്പം, ചപ്പാത്തിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വെള്ളപ്പനിയാരം ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി വെള്ളപ്പനിയാരം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.